ഫാത്തിമ, നിങ്ങൾക്ക് ഉമ്മാനെ ഇഷ്ടമാണോ? പിന്നെ ഉമ്മാന്റെ ഏത് സ്വഭാവമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്? ഇവിടെ വന്നിരിക്കും. അതില്ലേ പെട്ടെന്ന് നമ്മൾ വലിയ പ്രതീക്ഷയോടെ എന്തെങ്കിലും പോയി പറഞ്ഞാൽ അവരൊരു മൈൻഡ് തരില്ല. ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നും. എങ്ങനെയുള്ള റിയാക്ഷനാണ് നിങ്ങൾ പ്രതീക്ഷിക്കണം ഉമ്മാടെ അടുത്ത്? അത് നമ്മൾ പറയുമ്പോൾ അവരെല്ലാം കേട്ടിരുന്ന് ഭയങ്കര ഹാപ്പിയോടെ നമ്മൾ പറയുന്നതിനൊക്കെ ആൻസർ തരുന്നത് അങ്ങനത്തെ ഞാൻ എക്സ്പെക്ട് ചെയ്യണേ. കേട്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കുട്ടികൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വേണ്ട ഒരു ക്യാരക്ടറാണ് ക്വസ്റ്റ്യനിങ് എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള കഴിവ്. നമ്മൾ വളരും തോറും നമുക്കത് ഇല്ലാതാവുക ചെയ്യാം. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ കേട്ടല്ലോ പറഞ്ഞത്, കുട്ടികൾ എന്തെങ്കിലും വന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് ആൻസർ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഒരു പക്ഷേ നമ്മൾ എൻഗേജ് ആയിരിക്കാം, വർക്കിലാവാം, മൊബൈൽ ഫോണിലാവാം, എനിവേ. പക്ഷേ കുട്ടി വന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരിക്കൽ ചോദിക്കും, വീണ്ടും ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവനെ ശകാരിക്കും, അടിക്കും, എനിക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കും. ഒരിക്കലും അവൻ ആൻസർ ചെയ്യാൻ രക്ഷിതാക്കൾ തയ്യാറാവില്ല. അതെല്ലാം ശരി. എന്ത് ചെയ്യണം? എത്ര തിരക്കിലാണെങ്കിലും എത്ര ബിസി ആണെങ്കിലും മക്കൾ വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരോട് റെസ്പോണ്ട് ചെയ്യണം. ബിസി ആണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. അവരെ ഓടിക്കുകയല്ല വേണ്ടത്. എന്നിട്ട് അവരെ കേട്ട് അവർക്കതിന് മറുപടി കൊടുക്കണം. അതിലൂടെ വളരുന്നൊരു കഴിവുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പവർ. അതൊരാളുടെ ജീവിതത്തിലെ സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരങ്ങൾ നന്നായി പറഞ്ഞു പഠിച്ചവരാണ് ലോകത്തിൽ ഏറ്റവും സക്സസ് ആയ ആളുകളെല്ലാം.